എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി മുട്ട റോസ്റ്റ് ആണ്. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തി, പുട്ട്, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം ട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു 5 താറാമുട്ട എടുത്തിട്ടുണ്ട്, 2 സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. അപ്പം മുട്ട ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് ഒരു പൊടിക്ക് ഉപ്പും ചേർത്ത് ഒന്ന് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റവ് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് റെഡിയാക്കി വെക്കാം കേട്ടോ. ഒരു 3-4 കഷ്ണം തക്കാളി അവിടെ വെച്ചിട്ട് ബാക്കി തക്കാളി ഞാൻ മിക്സിയുടെ ജാറിനകത്ത് ഒരു പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ അരിഞ്ഞാണ് എടുത്തേക്കണം കേട്ടോ. ഇതാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ താറാമുട്ടയൊക്കെ പുഴുങ്ങി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി കറിയുടെ പരിപാടി നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആ മുട്ടയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇനി കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു നുള്ള് മുളക് പൊടി, ഒരു നുള്ള് ഉപ്പും കൂടി. ഇതാദ്യം സ്പൈസസ് ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം മുട്ടയും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമുക്ക് കളറൊക്കെ ഒന്ന് മുട്ടയുമൊക്കെ പിടിക്കണവരെ ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഇതേ എണ്ണയിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ. അത് നമുക്കൊന്ന് ഇളക്കി നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാളയാണ് കേട്ടോ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണേ. നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇത്രയും കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലയുണ്ടാവും. മുഴുവൻ സ്പൈസസ് പൊടിച്ചുണ്ടാക്കിയ മസാലയാണ്. അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1-1.25 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവില്ലാത്ത മുളക് പൊടിയാണ്. ആവശ്യത്തിന് എരിവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1.25 ടീസ്പൂൺ കൊടുത്തത്. അപ്പോൾ ഇതൊന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിനകത്തൊരു ടൊമാറ്റോ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഗ്രേവിക്ക് കുറച്ചും കൂടി വെള്ളം ആവശ്യമാണ് കേട്ടോ. അപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി. ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ആ ഗ്രേവി നമുക്ക് മതിയാവാതെ വരും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തത്. ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് ഇതാക്കിയെടുക്കണം. 5 മിനിറ്റ് ശേഷം ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലോണം കുറുകി ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിനി മുട്ട മസാല ചെയ്തൊന്ന് ഷാലോ ഫ്രൈ ചെയ്തേക്കണ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയിലെ ഉപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മല്ലിയിലയൊക്കെ ചുറ്റും ഇട്ട് ഒന്ന് സെർവ് ചെയ്തെടുക്കാം ട്ടോ നമുക്ക്. അപ്പം നല്ല കിടു ടേസ്റ്റാണ് ഇതിന്. ഇതാ നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയായിരുന്നു ട്ടോ. അപ്പോൾ ഇതിന് സൈഡായിട്ട് ഞാൻ ഇന്നിവിടെ ഗോതമ്പിൻ്റെ പുട്ടും ചപ്പാത്തിയുമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ.